ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നമ്മുടെ പാഠം 3 പോളിഗൺസ് എന്ന് പറയുന്ന പാഠമാണ് അല്ലേ. അപ്പോൾ അതിലെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യത്തെ പാർട്ടിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇതാ നോക്കിക്കേ, ഇവിടെ ഒരു പ്രൂഫ് ആണല്ലേ തന്നിരിക്കുന്നത്. ഓക്കെ, എന്തോ തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? നന്നായിട്ടൊന്ന് വായിച്ചേ. പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രയാങ്കിൾ the outer angle of at the vertex is equal to the sum of the inner angle at the other two vertices. എന്താണ് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഔട്ടർ ആംഗിൾ മിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ബാക്കി രണ്ട് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്, ത്രികോണമുണ്ട്. ഈ എ ബി സിയുടെ ബിയുടെ ഔട്ടർ ആംഗിൾ എന്തിനോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി അല്ലാതെ ബാക്കി രണ്ട് കോണുകളുടെ സമ്മ് അവരുടെ തുകയോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്കപ്പോൾ എന്താ തെളിയിക്കേണ്ട കാര്യം എന്ന് ഒന്ന് എഴുതി വെക്കാം. എന്താണ്? ടു പ്രൂവ് എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ചെയ്യുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിക്കണം. ആംഗിൾ സി ബി ഡി ആണെന്ന് തെളിയിക്കണം. ആംഗിൾ സി ബി ഡി ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ എടുക്കുവാണ്. ഞാൻ ആംഗിൾ എനെ സ്മോൾ ലെറ്റർ എ ആയിട്ട് എടുത്തു. ഓക്കെ, ആംഗിൾ ബിനെ സ്മോൾ ലെറ്റർ ബി ആയിട്ട് എടുത്തു. ആംഗിൾ സിനെ സ്മോൾ ലെറ്റർ സി ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. മിസ്സിന് ഇഷ്ടമുള്ള ഒരു ആംഗിൾസ് ആണ് എടുത്തത്. അപ്പോൾ അതായതുമാണ് ലെറ്റ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു എ, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ബി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു സി. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ആംഗിൾസും മിസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ആംഗിൾ ബി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബി ആണല്ലേ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. ഇത് ബി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ലീനിയർ പെയർ അല്ലെ, രേഖീയ ജോഡി വെച്ചിട്ട് നമുക്ക് പറയാം. എന്താണ്? ഇവർ രണ്ട് പേരെയും കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് വരേണ്ടത്? 180 കിട്ടും അല്ലേ. അപ്പോൾ ഈ 180യിൽ നിന്ന് ഈ ആംഗിൾ ബി മൈനസ് ചെയ്താൽ ഈ ഒരു ആംഗിൾ കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിസ് ഇവിടെ വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയി. ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ കിട്ടാനായിട്ട് എത്ര ചെയ്യുക? 180ൽ നിന്ന് നമ്മൾ 60 മൈനസ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ നോക്കിക്കേ, ഈ ടോട്ടൽ ആംഗിൾ 180 ആണ്. 180ൽ നിന്ന് ഈ ബി മൈനസ് ചെയ്താൽ ബാക്കി ഈ ആംഗിൾ നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് എഴുതാം? 180 മൈനസ് ബി ആണെന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ അതാ എഴുതുന്നുണ്ട്. therefore ആംഗിൾ സി ബി ഡി. ഓക്കെ, therefore വേണ്ട, ആംഗിൾ സി ബി ഡി എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി മൈനസ് ബി ആണ്. റീസൺ എന്ത് എഴുതാം? രേഖീയ ജോഡി, ലീനിയർ പെയർ ആണെന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ടല്ലേ. ഈ ആംഗിൾ എന്തിനോട് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ദീസ് ടു ആംഗിൾസിനോട് തുല്യമാണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി ബാക്കി രണ്ടുപേരുടെയും ആംഗിൾസിൻ്റെ സം എങ്ങനെ എടുക്കാം നമുക്കൊന്ന് നോക്കിയാലോ? യെസ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണ് വരേണ്ടത്? 180 ഡിഗ്രി. അറിയാലോ, ഒരു ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളും അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും തമ്മിൽ സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി വരണം. അപ്പോൾ അതാ മിസ് എഴുതുന്നുണ്ട്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് വരേണ്ടത്. ആംഗിൾ എ നമ്മൾ എത്രയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? എ പ്ലസ്. ആംഗിൾ ബി എത്രയാണ്? ബി തന്നെയാണ്. ആംഗിൾ സി തന്നെയാണ്. ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ നിന്ന് തെളിയിക്കേണ്ടത്? എയും സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എനെയും ബിനെയും മിസ് അതുപോലെ തന്നെ നിർത്തി ഈ ബിനെ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇനി ബാക്കി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡിൽ ആരാ ഉള്ളത്? 180 ഉണ്ട്. ഈ പ്ലസ് ബി ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? മൈനസ് ബി. നോക്കിക്കേ, രണ്ടുപേരും തുല്യമായിട്ട് തന്നെ വന്നല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് മക്കളെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എ പ്ലസ് ബി അല്ല കേട്ടോ, എ പ്ലസ് സി. എയും സിയും ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, എയും സിയും കൂടി കൂട്ടുമ്പോൾ 180 മൈനസ് ബി കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കേ,
എയും ബിയും കൂടി കൂട്ടുമ്പോൾ എയും സിയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 180 മൈനസ് ബി ആണ്. അത് തന്നെയല്ലേ ഇതാ ഈ ഒരു ആംഗിളും നമുക്ക് കണ്ടുപിടിച്ചത് 180 മൈനസ് ബി. രണ്ട് ആംഗിൾസും എന്താണെന്ന് കിട്ടി? തുല്യമാണ്, ഈക്വൽ ആണെന്ന് കിട്ടി. അതാണ് നമ്മളോട് എന്ത് ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെ പ്രൂവ് ചെയ്തല്ലോ. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഏതാ? ഈ പറഞ്ഞിരിക്കുന്ന ആംഗിൾ സി ബി ഡി, രണ്ടുപേരും 180 മൈനസ് ബി എന്ന് കിട്ടി. അപ്പോൾ ഈ പ്രൂഫ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ജസ്റ്റ് നമുക്ക് ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല, നമ്മൾ ഇഷ്ടമുള്ള ഒരു ആംഗിൾസ് എ ബി സിയോ എക്സ് വൈ സെഡോ എന്ത് വേണമെങ്കിലും നമുക്ക് പേര് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത് എന്തൊക്കെയാണ്? ലീനിയർ പെയറും അപ്ലൈ ചെയ്തു. പിന്നെ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ കോണുകളുടെയും തുക 180 ആണെന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ആംഗിൾസ് കണ്ടുപിടിക്കാനാണല്ലേ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ദി സൈഡ്സ് പി ക്യു ആൻഡ് ആർ എസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ ആർ പാരലൽ. എന്താണ്? പി ക്യു എന്ന് പറയുന്ന ഈ ഒരു ലൈനും എസ് ആർ അല്ലെങ്കിൽ ആർ എസ് എന്ന് പറയുന്ന ഈ ഒരു ലൈനും എന്താണ്? പാരലൽ ആണ്, സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, 4 വശങ്ങളുള്ള ഒരു ഫിഗർ ആണ്. 4 വശങ്ങളിൽ 2 പേര് എന്താണ്? സമാന്തരമാണ്, പാരലൽ ആണ് അല്ലെ. പാരലൽ ലൈൻസ് അറിയാലോ, അവരൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് ഓൾ ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. ഓക്കെ, നമുക്ക് എല്ലാ ഇന്നർ ആംഗിൾസും അകം കോണുകളും പുറം കോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. യെസ്, അപ്പോൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, ഇവിടെ ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഈ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. പി ക്യൂവും ആർ എസും എന്താണ്? സമാന്തരമാണ്, പാരലൽ ആണ്. ഓക്കെ, അപ്പം മിസ് അതാണ് ആദ്യം എഴുതുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പി ക്യൂ പാരലൽ ടു ആർ എസ്. ഓക്കെ, പി ക്യൂവും ആർ എസും പാരലൽ ആണ്. ഈ പാരലൽ ലൈൻസിനെ, ഈ 2 പാരലൽ ലൈൻസിനെയും കട്ട് ചെയ്യുന്ന പോകുന്ന ഒരു ലൈനാണല്ലേ ആർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ആർ ക്യൂ എന്ന് പറയുന്ന ആർ എന്ന് പറയുന്ന ആംഗിളും ഇവിടെ ക്യൂ എന്ന് പറയുന്ന ആംഗിളിൻ്റെയും സമ്മ് എന്തായിരിക്കും? അവർ സപ്ലിമെൻ്ററി ആയിരിക്കും. അവരുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ജസ്റ്റ് മിസ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. 2 പാരലൽ ലൈൻസ് പോകുന്നുണ്ട്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് മറ്റൊരു ലൈൻ പോകുന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ നമ്മൾക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും അവരുടെ തുക അല്ലെങ്കിൽ എന്താ സമ്മ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, ഇതിനെ കോഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം നോക്കിക്കേ. ഇവിടെ ആർ എന്ന് പറയുന്ന ആംഗിൾ 110 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ക്യു ആർ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടും. 180-ൽ നിന്ന് ഈ 110-നെ കുറച്ചാൽ പോരെ. അപ്പോൾ ഇതാ ഈ ഒരു ആംഗിൾ കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. യെസ്, ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് എന്ത് ചെയ്യാം? ഈ 110 ഡിഗ്രിയെ മൈനസ് ചെയ്യാം. അപ്പോൾ എത്രയാണ് വരുന്നത്? 70 ഡിഗ്രി, 70 ഡിഗ്രിയാണ് നമ്മൾക്ക് ഇവിടെ വരുന്ന ഈ ആംഗിൾ. ഓക്കെ, ഇത് എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. പി ക്യു ആർ എസ് പാരലലാണ്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് എസ് പി എന്ന് പറയുന്നത്. ഇവരുടെ 2 പേരുടെ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? അവിടെയും 180 ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരുത്തനെ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 180-ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? ഈ 50 ഡിഗ്രി മൈനസ് ചെയ്യണം. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം അല്ലേ. എന്താണ്? പി എസ് ആർ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിനെ കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ പി എസ് ആറും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. ഇൻറ്റീരിയർ അല്ലെ, കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. 180-ൽ നിന്ന് 50 മൈനസ് ചെയ്യുക. 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എത്രയാണ്? 130 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എത്ര വരുന്നത്? 130 ഡിഗ്രി. ക്ലിയർ ആയല്ലോ. യെസ്, എല്ലാവരുടെയും ഇന്നർ ആംഗിൾസ് കണ്ടുപിടിച്ചാൽ പിന്നെ ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് ഔട്ടർ ആംഗിൾസിൻ്റെയും ഇന്നർ ആംഗിൾസിൻ്റെയും സമ്മ് തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണല്ലോ, ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും എന്ത് കണ്ടുപിടിക്കാം? ഔട്ടർ ആംഗിൾസ് ഒന്ന് കണ്ടുപിടിക്കാം നമുക്ക്. യെസ്, അപ്പോൾ നോക്കിക്കേ. അതെ, ഇവിടെ 130 എസ് അല്ലേ ആംഗിൾ എസിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മിസ് ജസ്റ്റ് എ ബി സി ഡി എന്ന് പേര് കൊടുക്കുന്നുണ്ടേ. ഇവിടെ എ, ദെൻ ഇവിടെ ബി, ഇവിടെ സി ആൻഡ് ഇവിടെ ഡി. ഓക്കെ, നമുക്ക് ആംഗിൾസ് ഒന്ന് എഴുതാം. ആംഗിൾ ഡി എസ് ആർ, ആംഗിൾ ഡി എസ് ആർ എന്ന് പറയും. നോക്കിക്കേ, ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 180 വരണം. ഈ 180-ൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? ഈ 130 ഡിഗ്രി മൈനസ് ചെയ്താൽ ഈ ഒരു ആംഗിൾ കിട്ടുമല്ലോ. 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി എത്രയാണ്?
50 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അതുപോലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാമല്ലോ. ദാ ഇവിടെ നോക്കിക്കേ, CRQ, ആംഗിൾ CRQ. നോക്കിക്കേ, ഇവിടെയും എന്ത് ചെയ്യുക, CRQ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട്, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180യിൽ നിന്ന് 110 മൈനസ് ചെയ്യുക. 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി, ദാറ്റ് ഈസ് 70 ഡിഗ്രി വരും. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. നമ്മൾക്ക് എന്ത് ചെയ്യാം, ആംഗിൾ PQB. ഓക്കെ, ആംഗിൾ PQB എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്, അതും 180 ഡിഗ്രിയിൽ നിന്ന് 70 മൈനസ് ചെയ്യുക, 110 ഡിഗ്രി കിട്ടും. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഇതാ അവസാനത്തെ ആംഗിൾ അല്ലേ, APS അല്ലെങ്കിൽ APD എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. APS എന്ന് പറയുന്ന ആംഗിൾ നോക്കാം. ആംഗിൾ APS അതും എന്താ ചെയ്യേണ്ടത്, 180യിൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക, 50നെ മൈനസ് ചെയ്യണം. 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എത്ര വന്നു, 130 ഡിഗ്രി. അപ്പോൾ ക്ലിയർ ആയല്ലോ. നോക്കിക്കേ, ഈ ആംഗിൾസ് തമ്മിലൊക്കെ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടല്ലേ. നോക്കിക്കേ, ഇവിടെ 110 ആണെങ്കിൽ ദാ ഇവിടെയും 110 തന്നെ വരും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി മിസ് പറഞ്ഞു തരാം. ദാ 2 പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്നൊരു ലൈൻ ഉണ്ട്. ഇത് ഒരു 100 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും, 100 ഡിഗ്രി തന്നെയായിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് നമ്മൾ പറയും. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താണ് പഠിച്ചത്, ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനും അല്ലെ കോഇൻറ്റീരിയർ ആംഗിൾ വെച്ചിട്ട് ബാക്കി ആംഗിൾസ് കണ്ടുപിടിച്ചു. ഇന്നർ ആംഗിൾസ് എല്ലാം അകം കോണുകളെല്ലാം കണ്ടതിന് ശേഷം പുറം കോൺ കാണാനൊക്കെ പഠിച്ചല്ലേ. ഔട്ടർ ആംഗിളിൻ്റെയും ഇന്നർ ആംഗിളിൻ്റെയും സമ്മ് 180 ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ബാക്കിയുള്ള ഔട്ടർ ആംഗിൾസും കൂടി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, യെസ്, നമുക്കിപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്, ഇവിടെയും ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഏത് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്, ഹൗ മച്ച് ഈസ് ആംഗിൾ PQR. നോക്കിക്കേ, ആംഗിൾ PQR എന്ന് പറയുന്നതാ ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആംഗിൾ PQR എന്ന് പറയുന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഐഡിയ വരുന്നുണ്ടോ മനസ്സിലേക്ക്? എങ്ങനെ ഈ പുറത്തുള്ള ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കേ, ഒരു റെഗുലർ ഹെക്സഗണും ഒരു റെഗുലർ പെൻറ്റഗണും ആണ് കേട്ടോ. ഓക്കെ, ഈ രണ്ട് പേരും ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാ ഈ തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കാം. ഈ ആംഗിൾ ഈ ഒരു പോയിന്റ് Q അല്ലേടാ. ഈ ഒരു പോയിന്റ് Q എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാലോ, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? പോയിന്റ് Qന് ചുറ്റുമുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി. ഓക്കെ ആണല്ലോ, അതറിയാലോ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360, ഒരു ലൈനിൻ്റെ ഫുൾ ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 360 ഡിഗ്രിയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഈ തന്നിരിക്കുന്നത് ഒരു റെഗുലർ ഹെക്സഗൺ ആണ് അല്ലേ. 6 വശങ്ങളുള്ള ഒരു പോളിഗൺ ആണ്. അതിന് നമുക്ക് എന്ത് പറയാം, റെഗുലർ ഹെക്സഗൺ ആണ്. ഈ ഹെക്സഗണിൻ്റെ എല്ലാ കോണുകളും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അതുപോലെ തന്നെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. എല്ലാ കോണുകളും ഈക്വൽ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കേ, ഈ ഒരു ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ചാലോ. ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചാലോ? ഓക്കെ ആണോ? യെസ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാലോ, ഓരോ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? ആദ്യം ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കും അല്ലേ. സം ഓഫ് ആംഗിൾ നമുക്ക് ഇക്വേഷൻ അറിയാലോ, മറന്നിട്ടില്ലല്ലോ. എന്താ? n-2 × 180 ഡിഗ്രി. അത് വെച്ച് നമ്മൾ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഓരോ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ഒരു ക്വസ്റ്റ്യൻ ചെയ്തതായിരുന്നു അല്ലേ. ഈച്ച് ആംഗിൾ, ഓരോ ആംഗിൾ കണ്ടുപിടിക്കാനായി സം ഓഫ് ആംഗിൾ അല്ലെ കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്, വശങ്ങളുടെ എണ്ണമാണ് ചെയ്തത്. ഓക്കെ, അത് നമുക്കൊന്ന് ഇവിടെ ചെയ്ത് നോക്കാം. യെസ്. അപ്പോൾ ഇതൊരു ഹെക്സഗൺ ആണ്. 6 വശങ്ങളാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് എന്തിൻ്റെയാ? ഹെക്സഗൺ അല്ലടാ, ഹെക്സഗണിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. 6 വശങ്ങളുണ്ട്. നമ്മുടെ ഇക്വേഷൻ n-2 × 180 ഡിഗ്രി. ഹെക്സഗൺ എത്ര വശങ്ങളാണുള്ളത്? എത്രയാ? 6 വശങ്ങളുണ്ട്. അപ്പോൾ എന്നിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് 6 എന്ന് കൊടുക്കാം. അപ്പോൾ ദാ 6 - 2 × 180 ഡിഗ്രി കിട്ടും. ഓക്കെ ആണല്ലോ, 180 ഡിഗ്രി. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 6 - 2 എത്രയാണ്? 6 - 2 എന്ന് പറയുന്നത് 4 അല്ലേ. 4 × 180 ഡിഗ്രി, ദാറ്റ് ഈസ് 720 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹെക്സഗണിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? സം ഓഫ് ആംഗിൾസ്, എല്ലാ ആംഗിൾസിൻ്റെയും കോണുകളുടെയും തുകയാണ് 720 കിട്ടിയത് എന്ന് പറഞ്ഞാൽ നോക്കി, ഈ 6 പേരെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 720 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ കണ്ടുപിടിക്കണം അല്ലേ. ഈ ഒരാളെ കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യണം?
ഈച്ച് ആംഗിൾ ഓരോ ആംഗിളും കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് ഓരോ ആംഗിളും കണ്ടുപിടിക്കാനായിട്ട് ഈ സമ്മിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? സൈഡുകളുടെ എണ്ണം വെച്ചിട്ട് വശങ്ങളുടെ എണ്ണം വെച്ച് ഹരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 720 ഡിവൈഡ്, ഇവിടെ എത്ര വശങ്ങളാണുള്ളത് നോക്കിക്കേ? 6 വശങ്ങൾ. 6 ദാറ്റ് ഈസ് എത്ര വന്നു? 120 ഡിഗ്രി. എത്രയാണ്? 120 ഡിഗ്രിയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ ആണല്ലോ? 120 ഡിഗ്രിയാണ് നമുക്ക് ഹെക്സഗണിൻ്റെ ഒരു വശത്തെ ഒരു ആംഗിൾ, ഒരു കോൺ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ കൂടി കണ്ടുപിടിച്ചാലോ? ഇത് എന്തിൻ്റെ ആംഗിളാണ്? പെൻറ്റഗൺ അല്ലേടാ, 5 വശങ്ങളുള്ള ഒരു പെൻറ്റഗൺ അല്ലേടാ. പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ തന്നെ ആൻസർ വന്നല്ലേ. ഈ ടോട്ടൽ 360 നിന്ന് ഈ 120ഉം ഈ പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ കൂടി മൈനസ് ചെയ്താൽ ബാക്കി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഒരു കോൺ എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി എന്ത് ചെയ്യാം? അടുത്തതായിട്ട് പെൻറ്റഗണിൻ്റെ ഓരോ ആംഗിളും കണ്ടുപിടിക്കാം. നമ്മൾക്കിനി എന്ത് കണ്ടുപിടിക്കാം? പെൻറ്റഗണിൻ്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെയും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ സം ഓഫ് ആംഗിൾസ്, പെൻറ്റഗണിൻ്റെ ടോട്ടൽ അല്ലേടാ സം ഓഫ് ആംഗിൾസ്, ആകെ കോണുകളുടെ തുക കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ n-2 × 180 ഡിഗ്രി ആണ് അല്ലേ. n എന്ന് പറയുന്നത് എത്രയാണ്? പെൻറ്റഗണിന് എത്ര വശങ്ങളാണുള്ളത്? 5 വശങ്ങളാണല്ലേ. 5 - 2 × 180 എത്രയാണ്? 5 - 2 എന്ന് പറയുന്നത് 3 അല്ലേ. 3 × 180 ഡിഗ്രി എത്രയാണ്? 3 × 180 എന്ന് പറയുന്നത് 540 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ? എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും കൂടി എല്ലാ ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 5 പേരെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 540 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഓരോ ആംഗിളെ കണ്ടുപിടിക്കാമല്ലോ. ഈ ഒരു ആംഗിളെ കണ്ടുപിടിക്കാമല്ലോ. ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ അല്ലേ, ഹെക്സഗണിൻ്റെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഈച്ച് ആംഗിൾ നോക്കിക്കേ, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ് അല്ലേടാ. ടോട്ടൽ കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം. ഇതാ നോക്കിക്കേ, 540 ഡിവൈഡഡ് ബൈ പെൻറ്റഗണിന് എത്ര വശങ്ങളാണുള്ളത്? 5 വശങ്ങളാണല്ലേ. യെസ്, 5 ദാറ്റ് ഈസ് 108 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഇപ്പോൾ 2 പേര് ചെയ്തപ്പോൾ ഏകദേശം ഒരു ഐഡിയ വന്നല്ലേ. 2 പേരെയും കണ്ടുപിടിച്ചു. ഇതാ ഈ ഒരു ആംഗിൾ എത്രയാണ്? 108 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? യെസ്, ഇനി നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാം? നോക്കിക്കേ, PQR എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ടോട്ടൽ നമുക്ക് 360 ആണ്. ഈ 360 നിന്നും ഈ 120ഉം 108ഉം മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ആംഗിൾ PQR = എങ്ങനെയാ? 360 നിന്ന് ആരെയൊക്കെ മൈനസ് ചെയ്യേണ്ടത്? ഇവരെ 2 പേരെയും കൂട്ടിയിട്ട് മൈനസ് ചെയ്യാം. 120 ഡിഗ്രി പ്ലസ് 108 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മളുടെ ചോദിച്ചിരിക്കുന്ന ആംഗിൾ PQR കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ PQR എത്രയാണെന്ന് ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? യെസ്, അപ്പോൾ ഈ പാഠം നല്ല രസമായിട്ടുള്ള അല്ലേ, നല്ല സുന്ദരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ്? സം ഓഫ് ആംഗിൾസ്, കോണുകളുടെ തുക കാണാനായിട്ടുള്ള ഇക്വേഷൻ n-2 × 180 ഡിഗ്രി. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ എന്താ പഠിച്ചത്? ഇപ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചല്ലേ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസിൻ്റെ സം എത്രയാണ്? 360 ഡിഗ്രി. ഒരു ലൈൻ ആണെങ്കിൽ എന്താണ്? 180 ഡിഗ്രിയാണ്. പിന്നെന്താ? ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി കാണാം. നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ എല്ലാ പരീക്ഷകളും നല്ല മാർക്കോടെ തന്നെയൊക്കെ എഴുതി പാസ്സാവാം. ഓക്കെ, ബൈ.